ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ ഹ്യുണ്ടായി എക്സ്റ്ററിൻ്റെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞത് നമ്മൾ വണ്ടി പുറത്തേക്ക് ഇറക്കുകയാണ്. അതിനു മുമ്പ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു എനിക്ക് വണ്ടിയുടെ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ കുറിച്ചൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഷോറൂമിൽ സ്ഥലപരിമിതിയുണ്ട്, കാരണം അവരുടെ പുതിയ സ്റ്റോക്ക് വന്നിട്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് തന്നെ നിൽക്കാൻ പോലും സ്ഥലമില്ല, അതുകൊണ്ട് നമുക്ക് യാർഡിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നേരെ ഹ്യുണ്ടായുടെ യാർഡിലേക്ക് പോവുകയാണ് കേട്ടോ. യാർഡിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അത് അവിടെ കണ്ടപ്പോൾ തന്നെ ഞാൻ അന്തം വിട്ടുപോയി. ചാകര എന്ന് പറഞ്ഞാലും പറ്റത്തില്ല, ചാകര തന്നെ. ഹായ്, ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ എക്സ്റ്റർ എന്ന് പറഞ്ഞ ഒരു വേരിയൻ്റ് ആണ്. അത് നമ്മുടെ കഴിഞ്ഞ ജൂലൈയിൽ ഇറങ്ങിയതാണ് എക്സ്റ്റർ എന്ന് പറഞ്ഞ മോഡൽ. ഇറങ്ങിയിട്ട് ഒരു കൊല്ലം, അതായത് 6 മാസത്തിനുള്ളിൽ തന്നെ ഇന്ത്യൻ കാർ ഓഫ് ദി ഇയർ അവാർഡ്. നമുക്കറിയാലോ, ഒരു വാഹനം നേരത്തെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് തന്നെ ഡിസൈനും അതുപോലെ തന്നെ അതിൻ്റെ യൂസർ വ്യൂ എല്ലാം കൂടി വെച്ചിട്ടാണ് ഒരു അവാർഡ് കാറിന് കിട്ടുന്നത്. അത് നമുക്ക് 6 മാസം കൊണ്ട് കിട്ടണമെങ്കിൽ അതിൻ്റേതായ തക്കതായ ഒരു കാരണങ്ങൾ നമ്മുടെ കസ്റ്റമേഴ്സ് ഫീഡ്ബാക്ക് തന്നുകൊണ്ട് മാത്രമാണ്. നമ്മൾ എക്സ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ 1200cc എഞ്ചിനാണ് വരുന്നത്. അതും പെട്രോൾ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് CNGയും വരുന്നുണ്ട്. CNGയിൽ മാനുവലാണ്. പെട്രോൾ വരുമ്പോൾ നമുക്ക് മാനുവലും അതുപോലെ തന്നെ AMT, ഇപ്പോൾ നിരത്തിലുള്ളതിൽ സ്മാർട്ട് AMT നമുക്ക് വിശദീകരിക്കാൻ പറ്റുന്ന ഒരു AMT ട്രാൻസ്മിഷനാണ് വരുന്നത്. വലിയ ലാഗൊന്നും ഇല്ലാത്ത നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള റെസ്പോൺസ് തരുന്ന ഒരു ട്രാൻസ്മിഷൻ തന്നെയാണ് നമുക്ക് എക്സ്റ്ററിൽ വന്നേക്കുന്നത്. ഇപ്പോൾ ഇത് നമുക്ക് പറയുന്നത് എൻട്രി ലെവൽ SUV എന്നുള്ള കാറ്റഗറിയിലാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നിരത്തുകളിൽ നമ്മുടെ സെഡാൻ വാഹനങ്ങളിൽ നിന്ന് ചെറിയൊരു ചേഞ്ച് വന്നു, അതായത് SUV ചേഞ്ച് വന്നപ്പോഴത്തേക്കും കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് തന്നെയായിട്ട് ഡിസൈൻ ചെയ്ത് ഇറക്കിയതാണ് എക്സ്റ്റർ എന്ന് പറഞ്ഞ് ഈ എൻട്രി ലെവൽ SUV എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിക്കുള്ള ബുക്കിങ്ങും നല്ല വെയിറ്റിംഗ് പീരീഡൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വെയിറ്റിംഗ് പീരീഡ് ഒഴിവാക്കിയിട്ടുണ്ട്, എന്നാലും നല്ല രീതിയിലുള്ള ബുക്കിംഗ് നമുക്ക് വരുന്നുണ്ട്. നമുക്ക് എക്സ്റ്ററിൻ്റെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ലക്ഷറി ഫീച്ചേഴ്സും നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് സൺറൂഫ്, അതുപോലെ റൂഫ് റെയിൽസ്, പിന്നെ ഒരു 190mm ഗ്രൗണ്ട് ക്ലിയറൻസ്. ഇതിപ്പോൾ നമുക്ക് SX എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. SX ഓപ്ഷൻ കണക്ട് എന്ന് പറഞ്ഞ 2 വേരിയൻ്റ് നമുക്ക് മേളിൽ വരുന്നുണ്ട്. അതിനകത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഡാഷ് ക്യാമും അതുപോലെ തന്നെ ബ്ലൂ ലിങ്ക് കണക്ടിവിറ്റി ഫീച്ചേഴ്സും നമുക്ക് എത്തുന്നതാണ്. ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് പിന്നെ ചൂട് കാലങ്ങളിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വരുന്ന റിയർ AC വെന്റ്, അത് നമുക്ക് എല്ലാ വാഹനങ്ങളിലും വരുന്നുണ്ട്. പിന്നെ സ്പേസിൻ്റെ കാര്യം പറയുമ്പോൾ ബാക്കിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് നമുക്ക് ഇതിനകത്ത് സ്പേസ് മാനേജ് ചെയ്തേക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുവാണെങ്കിൽ ഈ ഒരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈറ്റ് വൈസ് നോക്കുവാണെങ്കിൽ ഒരു 2 ഹൈറ്റ് ലെങ്ത് നമുക്കിവിടെ എത്തുന്നുണ്ട്. എത്ര ഹൈറ്റ് ഉള്ളവരാണെങ്കിലും ലെഗിന് നല്ല നീട്ടമുള്ളവരാണെങ്കിലും ഈ ഒരു വാഹനം കറക്റ്റ് ആയിരിക്കും. പിന്നെ AC വെന്റും കറക്റ്റായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ബാക്കി ഇരിക്കുന്നവർക്ക് എത്ര ചൂടിലാണെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് നമുക്കൊരു കൂളിംഗ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചാർജിങ് പോർട്ട് നമുക്കിവിടെ വരുന്നുണ്ട്. ഫാമിലി കാറിന് ഇത് കറക്റ്റാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 391 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. ഇപ്പോൾ ഇൻ കേസ് നമ്മൾ പറയുവാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം, നമുക്കൊരു കുടയുണ്ട്, ഈ കുട നേരെ പ്ലേസ് ചെയ്യാം, ആ ഹൈറ്റും നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നതാണ്. നമുക്ക് സീറ്റും ഫോൾഡബിൾ ആണ്. അതുകൊണ്ട് തന്നെ എന്ത് സാധനങ്ങളാണെങ്കിലും നമുക്ക് ഇതിനകത്ത് ഈസി ആയിട്ട് വെക്കാനും പറ്റും. നല്ലൊരു കപ്പാസിറ്റിയും നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇതിനകത്ത് തന്നെയാണ് നമുക്ക് സ്റ്റെപ്പിനി വീൽസും നമുക്ക് വരുന്നത്. ഹ്യുണ്ടായി ആണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത 6 എയർ ബാഗ് എല്ലാ വാഹനങ്ങൾക്കും. അതായത് ബേസ് വേരിയൻ്റ് എടുത്താൽ മുതൽ നമുക്ക് 6 എയർ ബാഗ് നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ വേരിയൻറ്റിലും ബാക്ക് റിയർ പാർക്കിംഗ് സെൻസർ, അത് എല്ലാ വേരിയൻറ്റും വരുന്നുണ്ട്. ബാക്കിയുള്ള ആക്സറീസ് എല്ലാം ആഡ് ഓണും ഓരോ വേരിയൻറ്റ് ബേസും നമുക്ക് കയറി വരുമെങ്കിൽ ഈ ഫീച്ചേഴ്സുകളെല്ലാം നമുക്ക് ഇതിനകത്ത് തന്നെ ഉണ്ട്. ഇത് നമ്മുടെ ഒരു കോസ്മിക് ബ്ലൂ എന്ന് പറഞ്ഞ ഐക്കോണിക് ആയിട്ടൊരു കളറാണ്. അത്യാവശ്യം നല്ല ഐ ക്യാച്ചിങ് ആണ്. സ്പെഷ്യൽ എഡിഷൻ പോലെ നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ പുതിയ ഫേസ് ലിഫ്റ്റ് വന്ന ക്രെറ്റയാണ്. 2024 ഫേസ് ലിഫ്റ്റ് വന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ എക്സ്റ്റർ ഇവിടെ നിൽപ്പുണ്ട്. അതായത് ഇപ്പോൾ എൻട്രി ലെവൽ SUV എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഡിഫറൻസ്, അതായത് SUV വരുന്ന ചേഞ്ചസ് എത്തിയേക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓൾമോസ്റ്റ് നല്ല ബോൾഡ് ആയിട്ടുള്ള ഒരു ലുക്കും നമുക്ക് എക്സ്റ്റർ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല റൈറ്റ് ഹൈറ്റും ഓൾമോസ്റ്റ് ഈക്വൽ ടു നമുക്ക് ക്രെറ്റ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ഇപ്പോൾ ഒരു SUV നോക്കുന്ന ഒരാൾക്ക് ഏറ്റവും ഉത്തമമായ ഒരു വണ്ടിയാണ്. നല്ലൊരു മൈലേജും അതുപോലെ തന്നെ റൈഡ് കംഫർട്ടും നമുക്ക് എക്സ്റ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് എക്സ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ഓൺ റോഡ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7,35,000 രൂപയ്ക്കാണ് എക്സ്റ്റർ ഓൺ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനകത്ത് പറയുമ്പോൾ നമുക്ക് 6 എയർ ബാഗ്, റിയർ പാർക്കിംഗ് സെൻസർ, ABS EBD, അതുപോലെ തന്നെ പവർ സ്റ്റിയറിംഗ്, പിന്നെ ഫ്രണ്ടിൽ AC വരുന്നുണ്ട്, ബാക്കിൽ AC വെന്റ് വരത്തില്ല. പകരം ബാക്കിൽ അതുപോലെ തന്നെ നമുക്ക് വൈൻഡിങ് ആയിരിക്കും പവർ വിൻഡോയും വരുന്നത്. അതിന് മേളിലേക്ക് വരുമ്പോഴത്തേക്കും EX എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് 4 ഡോർ പവർ വിൻഡോയും റിയർ AC വെന്റും ഒരു സിസ്റ്റവും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്.
നമ്മുടെ എക്സ്റ്ററിൻ്റെ ഓട്ടോമാറ്റിക് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എസ് എന്ന് പറഞ്ഞ വേരിയൻറ്റിലാണ്. അതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മിഡ് വേരിയൻ്റ് ആണ്. അത് നമുക്ക് 9,80,000 രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിപ്പോഴത്തേക്കും സിസ്റ്റവും എല്ലാം വരുന്നുണ്ട്. ബട്ട് നമുക്ക് ലക്ഷറി ഫീച്ചേഴ്സ് ഒന്നും അതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. ഒരു മിഡ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുഴപ്പമില്ലാത്തൊരു വേരിയൻ്റ് ആണ്. നമുക്ക് ഓട്ടോമാറ്റിക്കിൻ്റെ ടോപ്പ് വേരിയൻറ്റ്, അതായത് SX ഓപ്ഷൻ കണക്ട് AMT എന്ന് പറഞ്ഞ വേരിയൻറ്റ് 11,80,500 നമുക്ക് ഓൺ റോഡ് സ്റ്റാർട്ട് ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് മാനുവലിൽ ടോപ്പ് വേരിയൻറ്റ് വരുന്നത് SX ഓപ്ഷൻ കണക്ട് എന്ന് പറഞ്ഞ വേരിയൻറ്റ് വരുന്നത് 11,35,000 നമുക്ക് പ്രൈസ് വരുന്നത്. അത് ഓൺ റോഡായിട്ട് പറയുന്നത്. ഹായ് കൂട്ടുകാർ, ഇതാ കണ്ടില്ലേ വണ്ടികൾ നിരന്ന് കിടക്കുന്നത്. ഇതെല്ലാം ബുക്കിംഗ് ആയ വണ്ടികളാണ്. നമ്മുടെ കോട്ടയം പോപ്പുലർ ഹ്യുണ്ടായിയുടെ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ്. അവർക്ക് ഷോറൂമിൻ്റെ പാർക്കിംഗ് സ്ഥലം ഇല്ലാത്തതുകൊണ്ട്, അവരുടെ ഗോഡൗണിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ്. ഇതെല്ലാം ബുക്കിംഗ് ആയ വണ്ടികളാണ് കേട്ടോ. പിന്നെ പോപ്പുലർ ഹ്യുണ്ടായി എന്ന് പറയുമ്പോഴത്തെ നമ്മുടെ ഏറ്റുമാനൂരും കോട്ടയത്തിനും ഇടയ്ക്കാണ് തെള്ളകം എന്ന സ്ഥലത്താണ് ഇവരുടെ ഈ ഷോറൂം വരുന്നത്. ഞാൻ ഈ ഷോറൂമിൻ്റെ അഡ്രസ്സും ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. എനിക്ക് വണ്ടി എടുക്കാൻ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്തത് ഇവരാണ്, ജോയിൻസും എബിനും ഒക്കെയാണ്. എബിനാണ് നമ്മളെ ഇപ്പം ഇത് വണ്ടിയുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് വിശദീകരിച്ച് തന്നുകൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ ഹ്യുണ്ടായുടെ പുത്തൻ വണ്ടി എടുക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ജോയിൻസിനെയോ എബിനെയോ കോൺടാക്ട് ചെയ്താൽ അവർ എത്രയും പെട്ടെന്ന് വണ്ടി നമുക്ക് ക്ലിയറായ അനുസരിച്ച് ചെയ്ത് നമുക്ക് വണ്ടി കയ്യിൽ തരും. ബാങ്ക് ലോണും കാര്യങ്ങളുമൊക്കെ ഇവർ തന്നെ ഡീൽ ചെയ്ത് എല്ലാം സെറ്റാക്കി നമുക്ക് അറേഞ്ച് ചെയ്ത് ഒരു ബുദ്ധിമുട്ടില്ല. അത് പ്രവാസിയായ എനിക്ക് പോലും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഞാൻ അവിടെ ഇരുന്ന് തന്നെയാണ് വണ്ടി ബുക്ക് ചെയ്തതും കാര്യങ്ങളെല്ലാം റെഡിയാക്കിയത്. ഇവിടെ വന്ന് ഇറങ്ങി അതിൻ്റെ പിറ്റേന്ന് തന്നെ എനിക്ക് വണ്ടി ഡെലിവറി എടുക്കാൻ പറ്റി. അതിനിവർ വളരെയധികം ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ ഹ്യുണ്ടായി എക്സ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഇത്രയും ദിവസം ഓടിച്ചു നോക്കിയിട്ട് എനിക്ക് ഞാൻ വളരെ സാറ്റിസ്ഫൈഡാണ്. AMT ആണെങ്കിലും വളരെ പെർഫോമൻസിലൊക്കെ നല്ല മുന്നിൽ തന്നെയാണ് അവൻ. അടിപൊളിയാണ്. അവന് നമ്മൾ പേരിട്ടിരിക്കുന്നത് നീലൻ എന്നാണ്. കടും നീല സ്റ്റേറി നൈറ്റ് ആണ് നമ്മൾ എടുത്തിരിക്കുന്ന വണ്ടിയുടെ കളറ്. പക്ഷേ ഇപ്പോൾ ആ കളർ അങ്ങനെ കുറച്ച് പോപ്പുലറായി കൊണ്ടിരിക്കുകയാണ്. പുതിയതായിട്ട് ബുക്ക് ചെയ്യുന്ന എല്ലാവരും ഈ സ്റ്റേറി നൈറ്റാണ് എടുക്കുന്നത് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ ഈ കളക്ഷനിൽ കണ്ട വണ്ടികൾ കൂടുതലും കൂടുതലും സ്റ്റേറി നൈറ്റിൻ്റെ വണ്ടികൾ തന്നെയാണ്. വൈറ്റും റെഡും ബ്ലൂവും മറ്റുള്ള ബ്ലൂ കളറൊക്കെ വളരെ പരിമിതമായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ എബിൻ നമ്മുടെ വണ്ടി എടുത്ത് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. നമ്മളിവിടെ യാർഡിൽ വന്നതാണ് വണ്ടികളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അവൻ അങ്ങനെ പുറത്തേക്ക് വരികയാണ് കേട്ടോ. നമുക്കിനി പോകാം. അടുത്ത വീഡിയോയ്ക്ക് വരുന്നവരെ കാത്തിരിക്കുക. പുതിയ ചാനലാണ്, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം കേട്ടോ.